Yes, proceed. യുവർ ഓണർ, കാണാതായ നേഴ്സ് റീനയുടെ അന്വേഷണത്തിൽ പഴുതടച്ചൊരു സമീപനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചത്. കൊലപാതകം ചെയ്ത ജീവൻ തെളിവുകൾ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് പോലും അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. പ്രതിയായ ജീവൻ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കാര്യങ്ങൾ അങ്ങയുടെ മുന്നിലുണ്ട്. തുടർന്നുള്ള അവസരങ്ങളിലും അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി ജീവനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലീസിന് കിട്ടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അത് അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊരു മെന്റൽ പേഷ്യൻ്റാ. കുറേ കാലം ഞാനൊരു അപകടത്തിൽപ്പെട്ട് കോമയിലായിരുന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ കോടതിയുടെ പരിഗണന എനിക്ക് കിട്ടിയേ പറ്റൂ. യുവർ ഓണർ, പ്രതി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. പ്രതി കോമയിലായിരുന്നുവെന്നും ചികിത്സിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ കാര്യവും വാസ്തവമാണെങ്കിലും ചികിത്സിച്ച ഡോക്ടർമാർ ഇദ്ദേഹത്തിന്റെ അസുഖം പരിപൂർണമായും ഭേദമായി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നേഴ്സ് റീനയെ താൻ കൊന്നത് മാനസിക വിഭ്രാന്തി മൂലമാണെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് അവരുടെ മൃതശരീരം കുഴിച്ചിടുകയും കുഴിച്ചിട്ട ശരീരം അതേ സ്ഥലത്ത് നിന്ന് എടുത്ത് ആറ്റിൽ തള്ളുകയും ചെയ്തത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നുവെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് വാസ്തവമാണെന്നും വ്യക്തമായി ബോധ്യമായിരിക്കുന്നു. ശിക്ഷയിൽ നിന്ന് ഒഴിവാൻ വേണ്ടി പ്രതി നിർത്തുന്ന വാദങ്ങൾ അംഗീകരിക്കരുതെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവാകുന്നു. റിമാൻഡ് കാലയളവിൽ പോലീസിന് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനും അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. വാ. എന്താ അമ്മേ? അച്ഛനാ വിളിച്ചത്. ജീവനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇത്രയും നാളും എല്ലാവരെയും പറ്റിച്ചിട്ട് കോടതിയെ കബളിപ്പിക്കാൻ അവന് പറ്റിയില്ല.
അമ്മേ, ഹേയ്, ഇതൊക്കെ മറന്നു കളയേണ്ട കാര്യങ്ങളാ. പെട്ടെന്ന് കേട്ടപ്പോ അമ്മേ. മോനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതായിരിക്കും. ഇന്നല്ലേ കോടതി കൊണ്ടുപോകുന്നത്? അതെ, കോടതി തീരുമാനം എന്തായി? റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക്. ഓ, ഇനി അതിന്റെ പേരിലും കുറച്ച് വിളി കേൾക്കേണ്ടി വരുമല്ലോ. ഹോ, എന്റെ സുജാതെ, കല്യാണം കഴിഞ്ഞിട്ട് ബന്ധുക്കൾ ചെവി തല തന്നിട്ടില്ല. എന്തൊക്കെയാ ചോദ്യങ്ങള്? മനു സബ് കളക്ടറല്ലേ, എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ബന്ധം ആലോചിച്ചേ? ഇത്രയും വലിയൊരു സംഭവം കൺമുന്നിൽ കണ്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ബന്ധം അവസാനിപ്പിച്ച് പോരായിരുന്നില്ലേ? ഓ, ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. നീ ഒന്ന് വെറുതെ ഇരുന്നേ. എന്തിനാ വെറുതെ സുജാതയെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? അല്ല, ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? മക്കള് നല്ലത് ചെയ്താ അച്ഛനമ്മമാർക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം. ആ, അവര് കെട്ടത് ചെയ്താലേ തല കുനിച്ച് നിന്നേ പറ്റൂ. സുജാതയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. ദേ, ഒന്ന് നിന്നേ. ആ, പിന്നെ സുജാതേ, മോനെ 1-2 ദിവസം കഴിഞ്ഞേ വിടാൻ പറ്റുള്ളൂന്ന് സുജാത പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചു. ഇപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇനി അത് മാറ്റിവെക്കരുത്. മോനൊരു 2 ദിവസം കഴിയുമ്പോ അങ്ങ് എത്തണം. അച്ഛനും അമ്മയും ഉള്ളിടത്ത് അവൻ നിൽക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടിയെ വേണം. എന്നാലും നിങ്ങൾ അങ്ങോട്ട് വിട്ടേ പറ്റൂ. അപ്പൊ പിന്നെ കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. കേട്ടോടി കൊച്ചേ, നമ്മുടെ സ്വന്തമല്ലാത്ത കാര്യങ്ങൾ, അതിപ്പോ സാധനങ്ങളായാലും മനുഷ്യരായാലും കുറച്ച് അകലെ വിടുന്നത് നല്ലതാ. അതിന്റെ കാര്യം എന്താ? പിരിയേണ്ടി വന്ന വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. കേട്ടോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ സുജാതെ. അമ്പലത്തിലെ നട അടയ്ക്കുവേ. വാ ഇങ്ങോട്ട്. തനിക്കെന്തോ കണ്ണിച്ചോറിയില്ലേ? ആ, ഇത് കേട്ടാ തോന്നുമല്ലോ അവരുടെ മോനല്ല ഞാനാ കൊന്നേന്ന്. നടക്കങ്ങോട്ട്. ഭഗവാനേ. അമ്മേ, വിധിയാ മോളെ. പക്ഷെ ജ്യോതിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ആദ്യെ പെട്ടെന്ന് തന്നെ കൊടുക്കണമല്ലേ അമ്മേ? മോള് വാ. അമ്മാവനിത് എങ്ങോട്ടാ? എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. വീണേ, വീണേ. അല്ല, വീണയും വരുന്നുണ്ടോ? ആ ആ വന്ന ഭക്ഷണം കഴിക്കുന്നില്ലേ?
അത് വന്നിട്ട് കഴിക്കാം. ആ, 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 നീ ഇങ്ങോട്ട് നിന്നേ. അതെ, എന്താ? പറയാം. നീ ഹരിക്കെതിരെ കേസ് കൊടുത്തതും പോലീസുകാരെ നിർബന്ധിച്ചതൊക്കെ ശരിക്കും നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണോ അതോ ഈ സ്വത്തിന് വേണ്ടിയിട്ടാണോ? എന്തിനാ ഇപ്പൊ പുതിയ ചോദ്യം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നേ? ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് അറിഞ്ഞാ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ തിരക്കുന്നത്. നിന്റെ കുഞ്ഞിനെയാണ് ആവശ്യമെങ്കിൽ നീ അത് കോടതി പോയി നടത്തിയെടുക്കേണ്ടി വരും. അതല്ല നിന്റെ ഈ കാണുന്ന സ്വത്താണ് നിനക്ക് ആവശ്യമെങ്കിൽ ഞാനത് നിന്റെ പേരിൽ എഴുതി തരാം. അമ്മാവാ, തൽക്കാലം നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങള് അച്ഛനും മകളും തമ്മിലുള്ള പ്രശ്നമാ. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരം വേണം. പറയ്. ആ, പിന്നെ ഉത്തരം തരും മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. കുഞ്ഞിന് വേണ്ടി പോലീസ് കേസിന് പുറപ്പെടാനായാലും ശരി, എന്റെ സ്വത്തിന് അവകാശിയാവാനാണെങ്കിലും ശരി, ഒരു ഉറപ്പ് അതെനിക്ക് കിട്ടണം. ഇനി നീ ഞങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാനും പാടില്ല. എന്താ തീരുമാനം എടുക്കാൻ നിനക്ക് സമയം വേണോ? കല്യാണി അച്ഛന്റെ കൂടെ നിന്നോട്ടെ, എനിക്ക് സ്വത്ത് മതി. ആ, ഉറപ്പാണല്ലോ. നീ ഇതിന് മാറ്റം വല്ലതും പറയൂ? ഇല്ല. ആ, ഈ പോയേ നിന്റെ എല്ലാ സാധനങ്ങളും പോയി എടുത്തോണ്ട് വാ. നമ്മൾ ഇവിടുന്ന് നേരെ രജിസ്ട്രാർ ഓഫീസിലേക്ക് പോവാ. എന്റെ സർവസമ്പത്തും നിന്റെ പേര് ഞാൻ എഴുതി വെക്കുന്നു. അതിനുശേഷം നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. സമ്മതമാണോ? സമ്മതിച്ചു. എന്നാ പെട്ടെന്നാവട്ടെ. രജിസ്ട്രാർ ഓഫീസിൽ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിനേക്കാളും വലുതാണല്ലോ സമാധാനം. ഞങ്ങള് സമാധാനത്തോടെ ജീവിച്ചോളാം. നീ സമ്പത്തിന് വേണ്ടി ജീവിച്ചോ. ഞാനിപ്പോ റെഡിയാവാം. അച്ഛൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാലം എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നിങ്ങളുടെ സമാധാനവും കെടുത്തില്ലായിരുന്നു. ഞാൻ വേഗം വരാം. അമ്മാവന് ഇത് എന്തു പറ്റി? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ആര് പറഞ്ഞടാ നിന്നോട് പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന്? ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. ആ, ഇതിനിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അമ്മാവ, എന്റെ മകളുടെ കണക്കൂട്ടൽ ഞാൻ തീർക്കും. അതിനുള്ള മനസ്സുറപ്പൊക്കെ എനിക്കുണ്ട്. അതിനാരും എന്നെ ചോദ്യം ചെയ്യണ്ട. നമ്മൾ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാം. മോളെ, മനുവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? ആദ്യം നമ്മൾ വിട്ടുകൊടുക്കണം. കൊടുത്തേ പറ്റൂ. ആ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്തിനും ഏതിനും ഒരകലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെന്ന്.
പിരിയുമ്പോ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷെ അത് എന്നെക്കൊണ്ട് പറ്റിയില്ല. മോളെ, അത് വേറൊരു കുടുംബമാണ്. ഈ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് പോലെ അവർക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവര് വന്ന് ചോദിച്ച അച്ഛന്റെ അമ്മയുടെ മുൻപിൽ വേറെ വഴിയൊന്നുമില്ല. അങ്ങനൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട അമ്മേ. ആദ്യയെ പിരിയുമ്പോ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. സങ്കടം എനിക്ക് പുതുമയുള്ള കാര്യമാണോ? കാലം എന്നെ കരയാൻ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കുറച്ചു നാള് ഞാൻ കരയും. അത് കഴിയുമ്പോ അങ്ങ് നിന്നോളും. ആദ്യോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം അമ്മേ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവനുമായിട്ടൊന്നും പുറത്തു പോവാമേ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാം. മോളെ, അവനങ്ങനെ പെട്ടെന്ന് സമ്മതിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം. നമ്മുടെ ജ്യോതിക്ക് വേണ്ടിയല്ലേ, അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ. കൂടുതൽ ധൈര്യം കാണിച്ച് നീ എന്നെ വേദനിപ്പിക്കുകയാണോ? പിന്നെ എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത്? കുഞ്ഞിന് തരില്ല എന്ന് പറയണോ? അതോ അവനെയും കൊണ്ട് എങ്ങോട്ടേലും ഓടിപ്പോണോ? 5-6 വർഷങ്ങൾക്ക് ശേഷം ജ്യോതി ഒന്ന് ജീവിച്ചു തുടങ്ങിയതല്ലേ അമ്മേ. അവക്കൊരു കുറവും വരുത്താൻ പാടില്ല. നമുക്ക് പോവാമേ. വെറുതെ വഴിയരികിൽ നിന്ന് സംസാരിച്ച നമ്മൾ രണ്ടാളും കരയും. ഒരു ഫലമില്ലാതെ വെറുതെ കണ്ണീര് പാഴാക്കിയിട്ട് എന്താ അമ്മേ കാര്യം? വാ അമ്മേ. കുറച്ച് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഇപ്പൊ വന്നേക്കാം. കുറെ ഉണ്ട് ഇവിടെ. അല്ല, ഇതെന്താ ഇവിടെ? നീ വന്നേ. അതെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയല്ലേ, ഒന്ന് തൊഴുതിട്ട് പോകാം. വാ. മോളെ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ജീവിതത്തില് ദൈവങ്ങളെങ്കിലും കൂട്ടുണ്ടാവും. പ്രാർത്ഥിച്ചോ. കാളി കാളി മഹാകാളി രക്ഷ മഹാബഹു കുലം ചേർത്ത് മാം ചേർപ്പാലേ പോലെ കുലം ചേർപ്പ് തിരുമേനി. പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം ഈശ്വരൻ നോക്കിയോ. ഇനി നടക്ക്. മക്കൾ അങ്ങോട്ട് ഇരിക്കും. വേണ്ടച്ച. അയ്യോ, അങ്ങനെ പറയല്ലേ. കനമുള്ളൊരു കാര്യം പറയാനല്ലേ. മോളിരിക്കെ. എന്ത് കർമ്മങ്ങളുടെ കാര്യ ആ തിരുമേനി പറഞ്ഞത്? അതൊക്കെ പറയാം.
മോളിത് ആദ്യം അങ്ങോട്ടൊന്ന് പിടിച്ചേ. ആ അതെ, ഒരാളെ എന്നേക്കുമായിട്ട് കുടുംബത്തിൽ നിന്നും പുറത്താക്കുമ്പോ ഇരിക്കപ്പിണ്ടം വെച്ച് പടിയടയ്ക്കാന്നുള്ളൊരു ചടങ്ങുണ്ട്. എന്നാല് ഈ ജന്മത്ത് അയാളോട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റും അല്ലേ? അല്ല, അതൊരു വിശ്വാസമാ. അതുകൊണ്ട് അതിന് പകരം വേണ്ട കർമ്മങ്ങൾ വേണമെന്നാണ് ഞാൻ തിരുമേനിയോട് പറഞ്ഞത്. ദാ ഈ ഒരു ചരട് കണ്ട, ഈ ചരടില് ബന്ധങ്ങൾ വേർപ്പെടുത്തിയ ഇത് നീ ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പടി വെച്ച് പിണ്ടം വെച്ചതിന് തുല്യ. ഞാൻ പടി അടയ്ക്കുന്നു, നീ പിണ്ടം ഇറക്കുന്നു. അച്ഛൻ ഇത്രയ്ക്ക് ക്രൂരനാണോ? ആയിരുന്നില്ല, പക്ഷേ നീ ഇപ്പൊ എന്നെ ആക്കി. നീ എന്താടി കരുതിയേ? സാധനങ്ങൾ എടുത്ത് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞപ്പോ എന്റെ പേരിലുള്ളൊക്കെ നിന്റെ പേരിൽ എഴുതി വെക്കണതാണോ?